കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ പൊതു തെളിവെടുപ്പ് തിരുവനന്തപുരത്ത് നടന്നു. റിന്യൂവബിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിംഗ് റെഗുലേഷൻസിന്റെ ഭാഗമായാണ് പൊതു തെളിവെടുപ്പ് നടത്തിയത്. ഏതു ഭേദഗതി വരുത്തിയാലും അതിന്റെ മേൽ പൊതുജനാഭിപ്രായം തേടുമെന്നും 1 മാസത്തിന് ശേഷം മാത്രമേ നടപ്പിൽ വരുത്താൻ ശ്രമിക്കൂ എന്നും കമ്മീഷൻ ചെയർമാൻ ടി.കെ. ജോസ് പറഞ്ഞു. മോഡേണൈസ് ചെയ്യുകയും ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കണ്ടീഷൻസോ എഗ്രിമെന്റോ ക്ലോസുകളോ തീർച്ചയായിട്ടും പുനഃപരിശോധിച്ചിട്ട് ലളിതമാക്കുകയും സിംപ്ലിഫൈ ചെയ്യുകയും അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു ഈസ് ഓഫ് ലൈഫും കൂടി കൊണ്ടുവരാൻ തീർച്ചയായിട്ടും പരിശ്രമിക്കുന്നതാണ്. പക്ഷേ ഇന്നത്തേതിൻ്റെ ഭാഗമല്ലാന്നേ ഉള്ളൂ. നമ്മൾ അതിനു വേണ്ടിയിട്ട് തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളുമായിട്ടും ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ഓൾറെഡി കമ്മീഷൻ ബന്ധപ്പെട്ട് അത്തരം പഠനങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 4 ജില്ലകളിലെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളെയൊക്കെ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ വിളിക്കുകയും ഇത്തരം പ്രശ്നങ്ങൾ അവരുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ട് എല്ലാം KSEB മാത്രം പഠിച്ചാൽ പോരാ, ഇൻഡിപെൻഡൻ്റ് ഏജൻസികളും അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ആളുകളുടെ ഈ 56-ലും 60-ലും ഒക്കെ റിട്ടയർ ചെയ്യുമ്പോൾ അവരവരുടെ പ്രൈം എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും ഉള്ള പലരും ഒക്കെ റിട്ടയർ ചെയ്തവർ നമുക്ക് കേരളത്തിലുണ്ട്. ഗ്രോസ് മീറ്ററിംഗിന്റെ രൂപം മാറ്റി നടപ്പിലാക്കാനുള്ള KSEBയുടെ ശ്രമത്തിൽ നിന്ന് ബോർഡ് പിന്മാറണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത ഉപഭോക്താവായ ലാലിച്ചൻ പറഞ്ഞു. ഒരു അഭിഭാഷകനാണ്. എൻ്റെ പേര് അഡ്വക്കേറ്റ് P. ലാലിച്ചൻ, തിരുവല്ല സ്വദേശിയാണ്. ഞാനിവിടെ സൂചിപ്പിച്ച കാര്യം, ഈ ഭേദഗതിയിൽ ഒരു അഡീഷൻ, 2ാം ഭേദഗതിയിൽ AMA എന്ന് പറയുന്ന ഒരു അഡീഷൻ കൂട്ടിച്ചേർക്കുകയും നെറ്റ് ബില്ലിംഗ് ഓർ നെറ്റ് ഫീഡിംഗ് എന്ന് പറയുന്നതിൽ ഒരു 3ാം ക്ലോസ് കൂട്ടിച്ചേർത്ത് ഗ്രോസ് മീറ്ററിംഗ് പിന്നിൽ കൂടെ സ്ഥാപിച്ചെടുക്കുവാൻ KSEB ശ്രമിക്കുകയും റെഗുലേറ്ററി കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾക്കകത്ത് അത് ഉൾപ്പെടുത്തുകയും ചെയ്തു. രാവിലെ മുതൽ വൈകിട്ട് വരെ 1000 ആവർത്തി ഞങ്ങൾ ഗ്രോസ് മീറ്ററിംഗ് ഏർപ്പെടുത്തുന്നില്ല എന്ന് പറയുകയും അതേസമയം ഗ്രോസ് മീറ്ററിങ്ങിൻ്റെ രൂപം മാറ്റി നമ്മൾ ഗുളികയൊക്കെ ഷുഗർ കോട്ട് ചെയ്ത് നൽകുന്ന പോലെ ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ ഒരു 3ാം ക്ലോസ് ആഡ് ചെയ്തുകൊണ്ട് ഗ്രോസ് മീറ്ററിംഗ് പിന്നിൽ നിന്ന് നടപ്പാക്കുവാനുമാണ് KSEB ശ്രമിച്ചത്. ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ്. ജനങ്ങളോടിങ്ങനെ ചെയ്യുവാൻ പാടില്ല. പണം മുടക്കി സോളാർ വെച്ചവൻ്റെ തലയ്ക്കടിക്കുന്ന, ഇരുട്ടടി നൽകുന്ന ഈ പ്രവൃത്തിയിൽ നിന്ന് KSEB പിന്മാറുകയും റെഗുലേറ്ററി കമ്മീഷൻ അതിൽ നിന്ന് KSEBയെ പിന്തിരിപ്പിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം.